വാലേക്കുസ്സലാം. ഞാൻ കരിപ്പൂരാ. ഇല്ല, എങ്ങോട്ടും പോണില്ല. നമ്മളെ ചാമുണ്ടി എളുപ്പം ഒരു കുട്ടിന്റെ മയ്യത്തെ ദുബായിൽ നിന്ന് വരുന്നുണ്ട്. ആ ഒരു കൺസെഷൻ ആയിട്ടുണ്ടായ ആക്സിഡന്റാ. ബോഡി ക്ലിയർ ചെയ്ത് വാങ്ങാനേ കുട്ടിന്റെ കൂട്ടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ പാടെ എന്നെ വിളിച്ച ഈ വെച്ചോ. പ്ലേറ്റ് വന്നോ? ഞാൻ കസ്റ്റംസാരൊന്ന് കാണുക. പുറത്തേക്ക് ഇട്ടാൻ സമയം എടുക്കുന്ന തോന്നണത്. അതെന്നാ ഞാൻ പറഞ്ഞ ഓഫീസറെ ഞാൻ ബന്ധപ്പെട്ടിക്കണേ. അയാളൊന്ന് കാണുക. രമേശ് മേനോൻ. മിനിസ്റ്റർ വിളിച്ചിക്കണല്ലോ അല്ലേ? അല്ല, ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെ ഒരുപാട് ടൈം എടുക്കുമോ? കാഫിൻ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടെന്ന് പരിശോധിക്കും, അത്രേ ഉള്ളൂ. ഓപ്പൺ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളുടെ വാഹനത്തിൽ ATC ഗേറ്റിൽ ഡെലിവറി ചെയ്യും. അവിടുന്ന് ബന്ധുക്കൾക്ക് ബോഡി റിസീവ് ചെയ്യാം. ജയൻ, ബോഡീൻ്റെ കൂടെ ഓനാ വന്നത്. ബോഡിന്ന് പറയലടാ, നമ്മുടെ റാഫി. അത് റാഫിന്റെ അല്ല, നിങ്ങൾക്കൊക്കെ പോവാൻ വണ്ടിക്ക് ഏർപ്പാടാക്കിക്കണല്ലോ അല്ലേ?
പഠിച്ചോണ്ട് ഓരോരോ കളി. അതന്നെ. റാഫിൻ്റെ കൂടെ പണിയെടുക്കണ ജയന ആണോ? ഇങ്ങോട്ടിരിക്കി. എവിടെ ഞങ്ങള് രാജ്യം? ഇവിടെ ടൗണില പാളയത്ത്. ഓ, എങ്ങനെ ഇപ്പൊ ഉണ്ടായത്? മോളിന്ന് വീണാന്ന് പറഞ്ഞ്. ഓളെന്നും വിളിച്ച് കരച്ചില്ല. നിങ്ങൾ വരിന്നും പറഞ്ഞു. പ്രസവത്തിന്റെ ഡേറ്റ് ആകുമ്പോൾ ഇവിടുന്ന് എങ്ങനെ പോകാൻ അസ്റ്റ? എന്താ എൻ്റെ പോക്കിന്റെ കാര്യം? സിസ്റ്റർ മാരേജാടാ. വെറുതെ കയ്യും വീശി പോയിട്ട് കാര്യമില്ലല്ലോ. സൂപ്പർവൈസറെ കണ്ടില്ലേ? ആ എൻ്റെ കാര്യം എനിക്കറിയാലോ. പലിശയ്ക്ക് പലരോടും ചോദിച്ചിട്ടുണ്ട്. അത് കയ്യുമ്പോൾ കിട്ടി അപ്പം വിടും. ആ ബഷീറെ ഒറ്റ മിനിറ്റേ. ഡാ വൈകുന്നേരം ഷാർജ സ്റ്റേഡിയത്തിൽ ഫിലിം അവാർഡുണ്ട്. ടിക്കറ്റ് കിട്ടുമോ? സംഘടിപ്പിക്കാം. ആ ബഷീറെ പിന്നെ ഒരു ടിക്കറ്റ് കൂടി വേണം. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുമ്പോൾ എന്തോ ഒന്ന് മോളിൽ നിന്ന് വീണ പോലെ തോന്നി. ഇനിയിപ്പം പറഞ്ഞിട്ടിപ്പം എന്താ കാര്യം? കൊടുത്ത സമയം കഴിഞ്ഞപ്പം പടച്ചോ അങ്ങോട്ട് തിരിച്ചു വിളിച്ച്. ആ എന്നെ ഇതില് റഫീഖിന്റെ ഭാര്യ ഒപ്പിടണം. 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ഞാൻ വരാം. ഇത് കമ്പനിക്ക് അയച്ചു കൊടുത്താല് കുടുംബത്തിനുള്ള കോമ്പൻസേഷൻ അവിടുന്ന് വരും. ഇനിയിപ്പോ എന്ത് വന്നിട്ടെന്താ? അല്ല അപ്പർക്ക ആണ്ട് വിളിച്ചോളി. Allah